ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉണക്കച്ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മളിത് ചക്കയൊക്കെ ഉള്ള സമയത്ത് കുറേ ചക്ക അങ്ങനെ ഉണങ്ങി സൂക്ഷിച്ച് വെക്കാറുണ്ട്, നമുക്കില്ലാത്തപ്പോൾ എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2-3 hours വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കാം. ഇപ്പോൾ ഇത് കുതിർന്ന് കഴിഞ്ഞ് നമുക്കിതുപോലെ നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 2-3 പ്രാവശ്യമൊക്കെ കഴുകിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ചക്കക്കുരു എടുത്ത് പയ്യെ അതിൻ്റെ പുറമേ ഉള്ള തോലൊക്കെ ഒന്ന് ചിരണ്ടിക്കളഞ്ഞ് അതും കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ചക്കക്കുരു വേവിക്കാനായിട്ട് ഒരു കുക്കറിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം വെന്ത ചക്കക്കുരുവിനകത്തേക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കിപ്പോൾ കഴുകി വെച്ചേക്കുന്ന നമ്മുടെ ഉണക്കച്ചക്ക ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് മാക്സിമം ഒരു 2 വിസിൽ അടിച്ചാൽ മതി, കാരണം ഓൾറെഡി നമ്മുടെ ചക്ക ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടത് കൊണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വെന്തോളും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ചക്കക്കുരു വേവിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുകളിലേക്ക്. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ചക്കയ്ക്ക് ആവശ്യമുള്ള മാത്രം ഉപ്പ്. നമുക്കിന്ന് തേങ്ങ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുക്കാം, 3-4 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3-4 അല്ലി വെളുത്തുള്ളി, 2-3 ചുവന്നുള്ളി, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ കുക്കറിൽ ഇവിടുത്തെ വിസിലടിച്ച് റെഡിയായിട്ടിരിപ്പുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി, ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മുടെ ചക്ക വെന്തിരിക്കണതാണ്. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇത് നന്നായിട്ട് ആവിയൊക്കെ കയറി വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇനി ഉടച്ചെടുക്കണം. ഇത് എത്രയും നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നമുക്കിതേ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.